ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ച് ബഹ്റൈനിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാർച്ച് 18-ന് ശമ്പളം നൽകാൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഏപ്രിൽ മാസത്തെ ശമ്പളം 22-ന് വിതരണം ചെയ്യും. ഇറാന്റെ ആക്രമണങ്ങളെ തുടർന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയ യോഗം രാജ്യത്ത് ഭക്ഷ്യശേഖരം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും വിപണിയിലെ വിലക്കയറ്റം തടയാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. ബഹ്റിലെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലെ സ്വദേശി ജീവനക്കാരുടെ ശമ്പളം സർക്കാർ ഏറ്റെടുക്കണമെന്ന് വിദേശകാര്യ പ്രതിരോധ സമിതി അധ്യക്ഷൻ ഡോക്ടർ ഹസൻ ഈദ് ബുക്കമാസ് പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ലേബർ ഫണ്ട് വഴി പ്രത്യേക സഹായ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് നിർദ്ദേശം. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും സാമ്പത്തിക മാന്ദ്യവും കാരണം പ്രതിസന്ധിയിലായ സ്ഥാപനങ്ങൾ സ്വദേശി തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് ഒഴിവാക്കാനും ബഹ്റിനി കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഈ അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വൻ വിജയമാണെന്ന് US സെൻട്രൽ കമാൻഡ് ചീഫ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ. കഴിഞ്ഞ 16 ദിവസത്തിനിടെ 6000 യുദ്ധവിമാന ദൗത്യങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നിർമ്മാണ ശൃംഖലകളും 90-ലധികം തന്ത്രപ്രധാന സൈനിക ലക്ഷ്യങ്ങളും തകർത്തുവെന്നും കാർഗ് ഐലൻഡിലെ ആക്രമണത്തിലും 100-ലധികം ഇറാനിയൻ സൈനിക കപ്പലുകൾ തകർത്തതിലൂടെയും ഇറാന്റെ ഭീഷണി ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ 50,000-ഓളം US സൈനികർ മേഖലയിൽ ഉണ്ടെന്നും ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുന്നതുവരെ ദൗത്യം തുടരുമെന്നും കൂപ്പർ അറിയിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ബ്രിട്ടൻ നേരിട്ട് ഇടപെടില്ലെന്നും എന്നാൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വ്യക്തമാക്കി. കപ്പൽപാത സംരക്ഷിക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന ട്രംപിന്റെ സമ്മർദ്ദം തള്ളിയ അദ്ദേഹം സൈനികരുടെ സുരക്ഷയ്ക്കും രാജ്യതാൽപര്യത്തിനുമാണ് മുൻഗണനയെന്നും അറിയിച്ചു. മേഖലയിൽ നിന്ന് 92,000 ബ്രിട്ടീഷ് പൗരന്മാരെ ഇതിനകം തിരിച്ചെത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. 2025-ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ചെറുകഥാകൃത്തും നോവലിസ്റ്റും കവിയുമായ N. പ്രഭാകരന്. മായാമനുഷ്യർ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാർച്ച് 31-ന് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും.